ഹലോ എവ്രി വൺ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വന്നേക്കുന്നത് അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന് പറയുന്ന പുതിയ അവതാർ മൂവി സീരീസിലെ മൂന്നാമത്തെ പാർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മൂവിയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഓവറോൾ മൂവി എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മൂവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂവി അത്യാവശ്യം നല്ല ലെങ്തിയാണ്. 3 മണിക്കൂറിന് മേലെ ഉണ്ട് മൂവി. പിന്നെ അതിൻ്റെ ഇനീഷ്യലി പടം തുടങ്ങി കുറച്ച് പോർഷൻസൊക്കെ നമുക്ക് ചിലപ്പോൾ നല്ല ലാഗ് ഫീൽ ചെയ്യും. കാരണം സ്റ്റോറി എന്താണെന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീനുകളും ഷോട്ടുകളും ഒക്കെ കോൺവെർസേഷനൊക്കെ അത്യാവശ്യം നല്ല ലെങ്തിയാണ്. അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസുകളാണെങ്കിലും നല്ല ലെങ്തി ആയിട്ടുള്ള ഫൈറ്റുകളൊക്കെയാണ്. അതിൻ്റെ എൻഡിൽ വരുന്ന സമയത്തും ഇതിൻ്റെ തൊട്ട് മുന്നത്തെ അവതാർ മൂവിയിലുണ്ടായിരുന്ന പോലെ തന്നെയാണ്. അത്രയും ലെങ്തി ആയിട്ടുള്ളതാണ്. എപ്പോഴും ഈ സീരീസ് ഓഫ് മൂവീസ് വരുന്ന സമയത്ത് എപ്പോഴും ആദ്യത്തെ മൂവിയാണ് മോസ്റ്റ്ലി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇതിലെ രണ്ടാമത്തെ മൂവിയാണ്, സെക്കൻഡ് പാർട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിന് തേർഡ് പാർട്ട് എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നാണ് റിലീസായത്. റിലീസിന് അന്ന് തന്നെ പോയി കണ്ടു മൂവി. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ മുന്നത്തെ പാർട്ടിൻ്റെ ആ ഒരു സ്റ്റോറിയുടെ കണ്ടിന്യൂറ്റി തന്നെയായിരുന്നു ഈ ഒരു മൂവിയിൽ വരുന്നത്. ആക്ച്വലി ഇത് തിയേറ്ററിൽ പോയിട്ട് നമുക്ക് ആ ഒരു ബിഗ് സ്ക്രീനിൽ 3D ആയിട്ട് നമ്മൾ ആ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. വിഷ്വലി ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള എലമെൻറ്റ്സ് ഈ മൂവിയുടെ ഉള്ളിൽ ഒരുപാടുണ്ട്. ലൈക്ക് ആ ഒരു കഴിഞ്ഞ സീരീസ് കഴിഞ്ഞ മൂവിയിലെ പോലെ തന്നെ, കഴിഞ്ഞ പാർട്ടിലെ പോലെ തന്നെ നമുക്ക് ഈ സീ, അതുപോലെ ഫോറസ്റ്റ്, പിന്നെ പുതിയൊരാൾക്കാർ വന്നേക്കുന്ന ഒരു ഫയർ പരിപാടിയൊക്കെ ആയിട്ടുള്ള പുതിയൊരു ടീം വന്നിട്ടുണ്ട്. ആ ഒരു ആ കഴിഞ്ഞ പാർട്ടിൽ കഴിഞ്ഞ സംഭവത്തിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സംഭവങ്ങളും സംഭവ ബഹുലാസങ്ങളും കൂടിയിട്ട് ഇങ്ങനെ ഒരു എൻഡിലേക്ക് എത്തി നിൽക്കുകയാണ്. അതാണ് ആക്ച്വലി മൂവി. പടം എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വിഷ്വൽ ട്രീറ്റ് എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ എൻജോയ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ദിസ് കൈൻഡ് ഓഫ് ഈ അവതാർ സീരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. അത്യാവശ്യം എല്ലാവരും പോയിട്ട് കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഓൾമോസ്റ്റ് എല്ലായിടത്തും ഹൗസ്ഫുള്ളായിട്ടാണ് പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കാണാം. അപ്പോൾ അടുത്തൊരു മൂവിയുടെ വിശേഷങ്ങളായിട്ട് വരുന്നവരേക്കും ബൈ.